തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയത്തോടെ മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. ആ കാറിലിരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമാണ്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ തലയാർ എസ്റ്റേറ്റിനോട് ചേർന്ന് ഇത്തരത്തിൽ പടയപ്പ ഈ ദേശീയപാതയിൽ അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയതും ഈ കാറിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. 4 പേരടങ്ങുന്ന കർണാടകയിൽ നിന്നുള്ള ഒരു കുടുംബം സഞ്ചരിച്ച കാറിന് നേരെയാണ് പടയപ്പ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പടയപ്പയെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പ്രശ്നമുണ്ടാക്കാതെ തേയിലത്തോട്ടങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ജനവാസ മേഖലയിലേക്ക് അത്ര അങ്ങോട്ട് കാര്യമായിട്ട് ഇറങ്ങാതെ ഒതുങ്ങി കഴിയുകയായിരുന്നു. പക്ഷെ ഇന്നലെ അത് വീണ്ടും പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങി. നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. അവിടെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ്. അതിനിടയിലൂടെയാണ് തേയിലക്കാടിനുള്ളിലൂടെ ഈ പടയപ്പ ഇറങ്ങി വരുന്നത്. കഷ്ടകാലത്തിന് ഈ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഈ പടയപ്പയുടെ മുൻപിൽ ആദ്യം പെട്ടത്. വാഹനം അവർ സൈഡിൽ ഒതുക്കി നിർത്തി പടയപ്പ കടന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഉടൻ തന്നെ പടയപ്പ ഈ കാറിനടുത്തേക്ക് ചെല്ലുകയും അതിന് ചുറ്റിയൊന്ന് നോക്കുകയും ചെയ്തതിനു ശേഷം തുമ്പിക്കൈ കൊണ്ട് ആ കാറിന് മുകളിൽ വെച്ചതിന് ശേഷം അമർത്തുകയായിരുന്നു. അതിനെ ആ കാറിന് വലിയ തരത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പിൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം അവർ രക്ഷപ്പെട്ടുവെന്ന് വേണം പറയാൻ. അപ്പോൾ തന്നെ ആ വാഹനം പെട്ടെന്ന് മുൻപോട്ടെടുത്ത് പോവുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിച്ചേനെ. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിലെ ആളുകളും ബഹളമുണ്ടാക്കി ആ പടയപ്പയെ ഒരു വശത്തേക്ക് തുരത്തുകയായിരുന്നു, റോഡിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോഴും എന്തായാലും ജനവാസ മേഖലയിൽ തന്നെ ആ പടയപ്പ തുടരുന്നുണ്ട്. കാട്ടിലേക്ക് കയറിപ്പോയിട്ടില്ല. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടലാണ് ഈ കർണാടക സ്വദേശികൾക്ക് ഉണ്ടായിരിക്കുന്നത്.